1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്ത്? 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്ത്? ഉത്തരം ശിപ്പായി ലഹള. അടുത്ത ചോദ്യം, ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നത് ആര്? ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്ന കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? ഉത്തരം രാം സിംഗ് ഠാക്കൂർ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലടച്ചത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം, ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേര്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേര്? പ്ലാസി യുദ്ധം. 1757 ഇത് നടന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം കമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 8. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻ ലിത്കോ പ്രഭുവാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഉത്തരം ദണ്ഡി കടപ്പുറം, ഗുജറാത്ത്. വൈഷ്ണവ ജനതോ തേനെ കഫിയെ എന്ന ഗാനം എഴുതിയത് ആര്? വൈഷ്ണവ ജനതോ തേനെ കഫിയെ എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം നരസിംഹ മേത്തെ.
അടുത്ത ചോദ്യം, റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം. ഉത്തരം 1919. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര്? ഉത്തരം ജനറൽ ഡയർ. അടുത്ത ചോദ്യം, കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അമൃതസർ, 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം സ്വതന്ത്ര ഭാരതം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി. ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. എന്നാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം? എന്നാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം? ഉത്തരം ജനുവരി 26. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 2019 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥി ആരായിരുന്നു? 2019 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം സിറിൽ റമഫോസ, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ശരിയായ ക്രമം എങ്ങനെയാണ്? ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ശരിയായ ക്രമം എങ്ങനെയാണ്? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന എത്ര ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടന എത്ര ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയത്? ഉത്തരം 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ഭരണഘടന ആമുഖം. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവാര്? ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവാര്? ഉത്തരം രാഷ്ട്രപതി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? ഉത്തരം അശോക സ്തംഭം. ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചതാര്? ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 1947 മുതൽ 1950 വരെ ആരായിരുന്നു ഇന്ത്യൻ ഭരണാധികാരി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 1947 മുതൽ 1950 വരെ ആരായിരുന്നു ഇന്ത്യൻ ഭരണാധികാരി? ഉത്തരം
ജോർജ് നാലാമൻ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഉത്തരം BR അംബേദ്കർ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഗ്രീസ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ഡോക്ടർ BR അംബേദ്കറെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? ഉത്തരം 21. 2020 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥി ആരായിരുന്നു? 2020 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ജയർ ബോൾസോനാരോ, ബ്രസീലിയൻ പ്രസിഡന്റാണ്. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? 1950 ജനുവരി 24 ഇത് അംഗീകരിച്ചത്.